കർണാടകയിലെ മഹാദേവപുരയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും തട്ടിപ്പും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരളത്തിൽ BJP വിജയിച്ച തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്നത്. തൃശ്ശൂർ പൂങ്കുന്നത്തെ ഒരു ഫ്ലാറ്റിൽ ഉടമയറിയാതെ 9 പേരുടെ വിവരങ്ങൾ വോട്ടർ പട്ടികയിൽ ചേർക്കുകയുണ്ടായി. ഇതിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അടക്കമുണ്ടായിരുന്നു. ഇതുകൂടാതെ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് അടക്കമുള്ള 11 പേരുടെ പേര് വിവരങ്ങൾ കൂടിയിട്ട് തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിലുണ്ടായിരുന്നു. ഇവർക്ക് കൊല്ലത്ത് കൂടിയിട്ട് വോട്ടുള്ളതാണ്. ഈ ജനപ്രാതിനിധ്യ നിയമപ്രകാരം വേറൊരു സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ചേർക്കുമ്പോൾ അവിടെ മാത്രമാണ് ഉള്ളതെന്നും അവിടുത്തെ താമസക്കാരാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ സത്യപ്രസ്താവന കൂടിയിട്ട് നൽകേണ്ടതുണ്ട്. ഇതിൽ കൂടിയിട്ട് സുരേഷ് ഗോപി കൃത്രിമത്വം കാണിച്ചു അല്ലെങ്കിൽ കള്ളം കാണിച്ചു എന്നാണ് കോൺഗ്രസ് അടക്കം ഉയർത്തുന്ന ആരോപണങ്ങൾ. ഈ വിഷയമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അജിംസെ, പ്രത്യക്ഷത്തിൽ തന്നെ സുരേഷ് ഗോപിക്ക് എതിരാകുന്ന തെളിവുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതുവരെ കേന്ദ്രമന്ത്രിയെ അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ അടക്കം ഈ വോട്ടർ പട്ടികയിലുള്ള പേര് വിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലോ. എല്ലാവരും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം 2024 തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മൊത്തത്തിലുള്ളൊരു വിശകലനം എന്താണ്? തൃശ്ശൂർ പൂരം കലങ്ങി. തൃശ്ശൂർ പൂരം കലങ്ങിയപ്പോൾ കോൺഗ്രസിൻ്റെ 10-30,000 വോട്ട് BJPയിലേക്ക് പോയി. അപ്പോൾ അതാണല്ലോ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരം കലങ്ങിയാൽ അതുവരെ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ BJPക്ക് വോട്ട് ചെയ്യും. അതിൻ്റെ ലോജിക്ക് ആരും ചിന്തിച്ചിട്ടില്ല. ആ സമയത്ത് തൃശ്ശൂർ പൂരം കലങ്ങുന്നത് എന്തിനാണ് കോൺഗ്രസ്സുകാർ BJPക്ക് വോട്ട് ചെയ്യുന്നത്? അങ്ങനെയാണ് ജയിച്ചതെന്നാണല്ലോ. കാരണം LDFൻ്റെ വോട്ടുകാരായിട്ട് കുറഞ്ഞിട്ടില്ല, കോൺഗ്രസിന് വോട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു? സുരേഷ് ഗോപി എങ്ങനെയാണ് തൃശ്ശൂർ എടുത്തതെന്ന് പരിശോധിച്ചാൽ ഈ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കുറേ ആൾക്കാരുടെ വോട്ട്, അതായത് കോൺഗ്രസ് ആരോപിക്കുന്ന പോലെ 50,000 വോട്ട് അതിൽ ചേർത്തിട്ടുണ്ട്. 50,000 വോട്ട് വ്യാജ വോട്ടുകളാണ്. ഒഴിഞ്ഞ ഫ്ലാറ്റുകളിലും മറ്റും ചേർത്തതാണ്. ഒഴിഞ്ഞ ഫ്ലാറ്റുകൾ എന്ന് പറഞ്ഞപ്പോൾ ഒഴിയാത്ത ഫ്ലാറ്റുകളിലും അവരറിയാതെ വോട്ട് ചേർത്തിട്ടുണ്ടെന്നാണല്ലോ അറിയുന്നത്. അപ്പോൾ ആ ഇലക്ട്രൽ റോൾ പൂർണ്ണമായിട്ടും പരിശോധിച്ചാലേ നമുക്ക് ആ ഇലക്ട്രൽ റോളിലുള്ള പ്രശ്നം എന്താണെന്ന് പറയാൻ പറ്റും. കാരണം 1,45,000 കൂടുതൽ വോട്ടുകൾ അവിടെ ചേർത്തിട്ടുണ്ട്. അത് അസംഭവ്യമാണ്, അസാധാരണമാണ്. അത്രയും വോട്ടൊന്നും തൃശ്ശൂർ ഒരിക്കലും വർദ്ധിക്കില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇവിടെയുള്ള ആളുകളൊക്കെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 1,45,000 വോട്ട് ഒരിക്കലും പുതുതായിട്ടൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരില്ല. അപ്പോൾ ഈ വോട്ട് ചേർക്കപ്പെട്ടത് ഈ പുറത്തു നിന്നുള്ളവരുടെ തന്നെയാണോ? അതല്ല ഇനി അതിൽ വ്യാജ വോട്ടുകളുണ്ടോ? അങ്ങനെയുണ്ടല്ലോ, വ്യാജ വോട്ടർമാർ അതിലുണ്ടോ? ഈ ആളുകളില്ലാത്ത വെറുതെ പേരടിച്ച് ചേർക്കുക, ഏതെങ്കിലും അഡ്രസ്സിൽ ചേർത്തവരുണ്ടോ? ഇത് പൂർണ്ണമായൊരു പരിശോധന വോട്ടർ ലിസ്റ്റിൽ ആവശ്യമാണ്. 1. 2, ഈ കോൺഗ്രസ് ആരോപിക്കുന്ന പോലെ 50,000 കള്ളവോട്ടുകൾ അതിലുണ്ടെങ്കിൽ ഈ 50,000 കള്ളവോട്ടുകൾ കൊണ്ടാണോ ജയിച്ചത്? കാരണം 50,000 വ്യാജ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 50,000 ആളുകൾ വന്നത് വോട്ട് ചെയ്യണം. ഇപ്പോൾ മണ്ഡലത്തിന് പുറത്തുള്ളവരാണ്, ആ പുറത്തുള്ളവരുടെ പേരുണ്ട്, അവരെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന്, ഇപ്പോൾ തൃശ്ശൂർ തൊട്ടടുത്ത് കിടന്ന മണ്ഡലമാണ്, അവിടെ നിന്ന് വോട്ട് ചെയ്തിട്ടുണ്ടോ? അതല്ല അവർക്ക് വേണ്ടി വേറെ ആരും വോട്ട് ചെയ്തോ? ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഈ വോട്ടർ പട്ടികയെക്കുറിച്ചും വോട്ട് ക്രമക്കേടിനെക്കുറിച്ചുമുള്ള ഇപ്പോൾ രാജ്യം മുഴുവൻ അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ പോകാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിലെ SIR പ്രോസസ്സിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇത് അതുമാത്രവുമല്ല, രാഹുൽ ഗാന്ധി പുറത്തുവിട്ട മഹാദേവ്പുരയിലെ കണക്ക് മഹാരാഷ്ട്രയിലെ നടന്ന സംഭവം. കാരണം മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടക്കുന്നു. 6 മാസത്തിന് ശേഷം മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലുണ്ടായിട്ടുള്ള വോട്ട് മാറ്റം, ഇതൊക്കെ മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ തൃശ്ശൂർ എങ്ങനെയായിരിക്കും സുരേഷ് ഗോപി ജയിച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അത് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്യാത്ത സാഹചര്യത്തിൽ സിവിൽ സൊസൈറ്റിയും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും എല്ലാം ഒരു കൂട്ടായ പണിയെടുക്കേണ്ടതുണ്ട്. തൃശ്ശൂർ സ്പെസിഫിക്കായിട്ട് എടുത്തുകൊണ്ട് എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ തന്നെ അവസ്ഥ എടുക്കുക. മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വന്ന പരാതികൾ എന്തൊക്കെയാണ്? 1, അവിടെയുള്ള അഡൾട്ട് പോപ്പുലേഷനേക്കാൾ കൂടുതൽ വോട്ടർമാർ വോട്ടർ ലിസ്റ്റിലുണ്ടായിരുന്നു. അവിടെ മുതിർന്ന ആളുകൾ, 18 വയസ്സിന് മുകളിലുള്ള ആളുകളെക്കുറിച്ചുള്ള ഈ ഫാമിലി ആൻഡ് ഹെൽത്ത് സർവേയിൽ പുറത്തു വന്ന വിവരങ്ങളേക്കാൾ കൂടുതൽ ആളുകൾ വോട്ടർമാരായി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വ്യാജ വോട്ടാവാൻ സാധ്യതയുണ്ട് കൂടുതലുള്ള ആളുകൾ. മറ്റൊന്ന്, ചില മണ്ഡലങ്ങളിൽ വളരെ രസകരമായ ഔട്ട്കമാണ് പുറത്തു വന്നത്. അപ്പോൾ NCP ശരത് പവാർ വിഭാഗത്തിലെ ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി മത്സരിച്ച ഒരു മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ അദ്ദേഹത്തിന് 0 വോട്ടാണ് കിട്ടുന്നത്. അദ്ദേഹം അതിനു മുമ്പ് അവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളാണ്, സിറ്റിംഗ് MLA ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു ബൂത്തിൽ നിന്ന് 0 വോട്ട് കിട്ടുന്നു. അപ്പോൾ ആ ബൂത്തിലുള്ള ഗ്രാമവാസികൾ പറയുന്നത് അങ്ങനെയാണ് സംഭവിക്കുക, ഞങ്ങളിൽ 70% ആൾക്കാരും അയാൾക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ ഇങ്ങനെയാണ് 0 വോട്ട് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അവരൊരു മോക്ക് പോളിംഗ് അവിടെ നടത്തി, ബാലറ്റ് വഴി പോളിംഗ് നടത്തിയ വില്ലേജ്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക? അപ്പോൾ വോട്ടർ ലിസ്റ്റിൽ
കൂടുതൽ ആളുകൾ വ്യാജ പേരുകൾ ചേർക്കുക, കുറേ അധികം ആളുകൾ ഒഴിവാക്കുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു ഗ്രാമത്തിൽ പോളിംഗ് നടന്നു, ആ ഗ്രാമവാസികൾ പറയുന്നു ഞങ്ങൾ 70% പേരും ഈ പറയുന്ന സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. പക്ഷേ വോട്ടർ ഔട്ട്കം വരുമ്പോൾ 0 വരിക. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഈ തൃശ്ശൂരിലെ മോഡസ് ഓപ്പറാണ്ടിയാണ് മഹാരാഷ്ട്രയിൽ നടന്നതെങ്കിൽ അപ്പോൾ കൂടുതൽ വോട്ടർമാർ ചേർത്ത് കഴിഞ്ഞാൽ ഈ തോറ്റ സ്ഥാനാർത്ഥിയെ കുറച്ച് വോട്ടെങ്കിലും കിട്ടേണ്ട ആ ബൂത്തിൽ നിന്ന്, അങ്ങനെയാണ് 0 ആവുന്നത്. അവിടെയാണ് നമ്മൾ EVM കുറിച്ചുള്ള വളരെ ഗൗരവമുള്ള ചോദ്യം വരുന്നത്. അപ്പോൾ EVM പറ്റി എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്കാരും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു വേള സുപ്രീം കോടതിയും അതിനെ ഗൗനിക്കുന്നില്ല. സുപ്രീം കോടതി പോലും പറയുന്നത് EVM നല്ല ഇൻടാക്റ്റാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പിന്നെ അതിൽ സംശയം ഉയർത്തരുത്. EVM കുറിച്ച് എന്തെങ്കിലും പെറ്റീഷൻ കൊടുത്താൽ, ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫൈൻ ഇടുന്ന സ്ഥിതി വരെ ഉണ്ടായി. പക്ഷേ EVM കുറിച്ചുള്ള കുറേ അധികം ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, 2019 ബോംബെ ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വന്നിരുന്നു. 19 ലക്ഷം EVM മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് ഈ പരാതിക്കാരനെത്തിയത്, ഹർജിക്കാരനെത്തിയത് എങ്ങനെയാണ്? ഒന്ന്, EVM നിർമ്മിച്ചു തുടങ്ങിയ അന്ന് മുതൽ അതുവരെ 2 പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് EVM നിർമ്മിക്കുന്നത്. അവർ നിർമ്മിച്ച് നൽകിയ EVM എണ്ണം 2 കമ്പനികളിൽ നിന്നുമായി അദ്ദേഹം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വഴി എടുത്തു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചു, നിങ്ങൾ എത്ര EVM ഈ 2 കമ്പനികളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നുള്ള കണക്ക് ചോദിച്ചു. അവർ കൊടുത്ത കണക്കും ഇത് കണക്കും തമ്മിൽ മാച്ച് ആവുന്നില്ല. 19 ലക്ഷത്തിന് വ്യത്യാസമാണ്. ഈ 19 ലക്ഷം എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ഹർജിക്കാരൻ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ബോംബെ ഹൈക്കോടതി നിരന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടും വ്യക്തമായ മറുപടി അവർ നൽകിയില്ല. ഇതേ തുടർന്ന് ഈ കേസ് നീണ്ടുപോകുന്നു. 2019 വന്ന കേസാണ്. 2022 ഇയാൾ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. സുപ്രീം കോടതി പക്ഷേ ഈ കേസ് കേൾക്കാൻ പോലും തയ്യാറായില്ല, അത് തള്ളികളയാണ് ചെയ്തത്. അപ്പോൾ EVM കുറിച്ചുള്ള വളരെ ഗുരുതരമായ സംശയം നിലനിൽക്കുന്നു. ഈ മഹാരാഷ്ട്രയിൽ നിന്ന് കേട്ട മറ്റൊരു വാർത്ത, അത് ഇപ്പോഴും വെരിഫൈഡ് അല്ല, അവിടെ നിന്നുണ്ടായിരുന്നൊരു പരാതി, കൗണ്ടിംഗ് സ്റ്റേഷന് തൊട്ട് ചുറ്റും ധാരാളമായി റൂട്ടറുകൾ കണ്ടെത്തപ്പെട്ടു, ഒരു ലാപ്ടോപ്പും റൂട്ടറുകളും കാണപ്പെട്ടു എന്നുള്ളതാണ്. അത് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചെങ്കിൽ അതിലൊരു കൺക്ലൂഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ കാണാതെ പോയ EVM അതുപോലെ പോൾ ചെയ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണിയ സാഹചര്യം മഹാരാഷ്ട്രയിൽ തന്നെ എടുക്കുക. പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ ബൂത്തുകളിൽ എണ്ണുന്നു. ഏതാണ്ട് 95 മണ്ഡലങ്ങളിൽ ഒന്നുകിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവോ വോട്ടാണ് എണ്ണിയത്. ഇത് ഇതുവരെയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം ഇതുവരെയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്തരം മിസ്മാച്ചസ്, അനോമലീസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്തിനെയൊക്കെ സംശയിക്കണം? ഒന്ന്, വോട്ടർ പട്ടികയെ സംശയിക്കണം. ഈ EVM ഹാക്ക് ചെയ്യാനാവുമോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിനപ്പുറം ഈ കാണാതായ EVM വേറെ ആരുടെയും പക്കലുണ്ടോ? അതുപോലെ ഒരു ഓൾ പോളിംഗ് ഡേ മുഴുവൻ ഓണാക്കി വെച്ചിരുന്ന EVM വോട്ടെണ്ണുന്ന ദിവസം 99% ബാറ്ററി ചാർജോടെ പ്രത്യക്ഷപ്പെടുന്നു. സ്വരാ ഭാസ്കറുടെ ഭർത്താവ് ഫഹദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം NCPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മഹാരാഷ്ട്രയിൽ മത്സരിച്ചിരുന്നു. അദ്ദേഹം പറയാണ് 19 റൗണ്ടാണ് വോട്ടെണ്ണ ഉണ്ടായിരുന്നത്, 16 റൗണ്ട് വരെ ഞാൻ ലീഡ് ചെയ്തുകൊണ്ടിരുന്നു. 17ഉം 18ഉം 19ഉം റൗണ്ടിൽ എണ്ണാനെടുത്ത EVM 99% ബാറ്ററി ഉള്ളതാണ്. അതിലെല്ലാം എതിർ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുകയും അവർ ജയിക്കുകയും ചെയ്തു. എങ്ങനെ സംഭവിച്ചതെന്ന് അന്വേഷിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഇങ്ങനെയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, കേവലം 50,000 വോട്ട് വ്യാജ വോട്ടുകളോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള വോട്ടുകളോ ഒരു മണ്ഡലത്തിൽ ചേർത്തതുകൊണ്ട് മാത്രം ഒരാൾ ജയിക്കാൻ പോകുന്നില്ല. അവർ വന്ന് വോട്ട് ചെയ്യണം. 2, അവർ തന്നെയാണോ അത് വോട്ട് ചെയ്യുന്നത് കണ്ടെത്തണം. 3ാമത്തെ കാര്യം, ഇനി അവർ ഫിസിക്കലി വന്ന് വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ വോട്ട് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, അത് EVM എങ്ങനെ പതിയുന്നു എന്നുള്ളത് കണ്ടെത്തണം. ഈ 3 കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടന്നേ മതിയാവും. അത് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അന്വേഷിക്കുമോ? അതല്ല, ഇപ്പോൾ അനോമലീസ് കണ്ടെത്തപ്പെട്ട സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനം, പ്രത്യേകിച്ച് കേരളം, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവർ കേസെടുത്ത് അന്വേഷിക്കുമോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അങ്ങനെ കേസെടുത്ത് അന്വേഷിച്ചാൽ ഇതവിടം വരെ എത്തും. ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് അൺഎർത്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പലതരത്തിലുള്ള ഒരു ഓർക്കസ്ട്രേറ്റഡ് മാർഗങ്ങളിലൂടെയാണ് വോട്ട് അട്ടിമറിക്കപ്പെടുന്നതെന്നാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ കാരണം, ഒന്ന്, ആ സ്ഥാനാർത്ഥി ജയിക്കാൻ ആവശ്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുക. 2, വോട്ടർ ലിസ്റ്റിൽ മാനിപ്പുലേഷൻ നടത്തി കൂടുതൽ വോട്ടുകൾ ചേർക്കുക. 3, ഈ ഫിസിക്കലി ഇവർ വന്ന് വോട്ട് ചെയ്യാനാവാത്ത സാഹചര്യത്തിൽ മറ്റേതോ മാർഗ്ഗങ്ങളിലൂടെ EVM വോട്ട് വരിക. EVM വോട്ട് വരിക എന്ന് ഞാൻ പറയാൻ കാരണം, ഇത്തരത്തിലുള്ള അനോമലീസ്, പോൾ ചെയ്തതിനേക്കാൾ കൂടുതലോ കുറവോ വോട്ടുകൾ എണ്ണിയ സാഹചര്യത്തിലാണത് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ഗ്രാൻഡ് ഡിസൈനാണ്, ഒരു ഗ്രാൻഡ് ഡിസൈൻ ആൻഡ് ഗ്രാൻഡ് ഓപ്പറേഷനാണ്. അത് സമഗ്രമായ അന്വേഷണത്തിൽ കണ്ടെത്താൻ പറ്റുള്ളൂ. അത് ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളിൽ മാത്രം അന്വേഷണം കൊണ്ട് കാര്യമില്ല, മൊത്തത്തിലൊരു അന്വേഷണം ഇതിൽ നടന്നേ മതിയാവും. നിഷാദെ, നിലവിൽ സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്.
ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡ്രൈവർ അടക്കം സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ അല്ലെ സഹോദരങ്ങളുടെ അടക്കം വോട്ട് ഇതൊക്കെ BJPന് പോകാനുള്ള അല്ലെ സുരേഷ് ഗോപിക്ക് തന്നെ കിട്ടുമെന്ന് ഉറപ്പായ വോട്ടുകളാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഈ മണ്ഡലത്തിലേക്ക് മുമ്പേ ചേർക്കപ്പെടുന്നു. അതിൽ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവർ ഒരു ദിവസമെങ്കിലും അവിടെ താമസിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിനകത്ത് എന്താണ്, ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ജനാധിപത്യ പ്രക്രിയ വളരെ ആസൂത്രിതമായി അട്ടിമറിക്കുന്നുവെന്ന് സംശയിക്കാൻ കഴിയുന്ന എല്ലാ സംഗതി ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പരാതിക്കാരായുള്ളത് കോൺഗ്രസ്സുകാരും LDFകാരുമാണ്, CPIക്കാരുമാണ്. പരാതിയില്ലാത്ത ഒരേ ഒരു പാർട്ടി BJP ആണ്. ഇന്നലെയും BJPക്കാർ പറയുന്നു ഇത്രയും വോട്ടുകൾ ചേർന്നു, ഞങ്ങളുടെ വോട്ടൊന്നുമല്ല, ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറയുന്നു. എങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കോ? ഇല്ല, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. അപ്പോൾ പരാതി കൊടുക്കാത്തതിൻ്റെ അർത്ഥം അവരാണ് അതിൻ്റെ ബെനിഫിഷ്യറി എന്നാണ്. അപ്പോൾ അതിനകത്ത് അന്വേഷണം നടത്തുകയും ആ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യേണ്ട ഏജൻസി ഏതാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വോട്ടിങ്ങും അതിൻ്റെ വോട്ടർ പട്ടികയും വോട്ടിംഗ് മെഷീനുകളും അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും കസ്റ്റോഡിയൻ, അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നോക്കൂ, സമീപകാലത്തായി ഇന്ത്യയിൽ ഉയർന്നു വരുന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ഷേപങ്ങളോടെല്ലാം മുൻവിധി കലർന്ന ഒരുതരം വിരുദ്ധ സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു പോരുന്നത്. അങ്ങനെയാണോ, നമുക്കത് പരിശോധിക്കാം എന്ന ഒരു പോസിറ്റീവായ സമീപനം ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇന്ത്യയിലില്ല എന്ന് കാണണം. അത് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് വരുന്ന ഘട്ടത്തിലെല്ലാം അതിനെ ഒറ്റ വാക്കുകൊണ്ട് നിരസിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇത്ര വലിയ അവിശ്വാസം ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. ആളുകളെ അത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്താം, അതിൻ്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടിയെടുക്കാം എന്നൊരു ഘട്ടത്തിലും ആ കമ്മീഷന് തോന്നിയിട്ടുമില്ല, അവർ തുറന്നു പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഇവിടെ പോലും ഈ പരാതി ഉന്നയിക്കുന്ന VS സുനിൽകുമാറിനോട് ഉറപ്പുണ്ടോ ഇല്ലേ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഭീഷണിപ്പെടുത്തി ആ പരാതി എങ്ങനെ വിഡ്രോ ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് കമ്മീഷൻ ഇവിടെ ആലോചിക്കുന്നത്. സത്യമെന്താണ്? നമ്മൾ എല്ലാ തവണയും പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് സംവിധാനം. അതിൻ്റെ നടത്തിപ്പിൽ, നിർവഹണത്തിൽ അവിശ്വാസം ആരെങ്കിലും ഉന്നയിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിപ്പോൾ ആരെങ്കിലും അല്ല ഉന്നയിക്കുന്നത്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ പ്രതിനിധിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു, ഞങ്ങൾക്കിതിൽ വിശ്വാസമില്ല. അവർ പ്ലെയേഴ്സാണല്ലോ ഇതിനകത്ത്, ഈ കളിയിൽ കളിച്ച ആൾക്കാരാണ്. ഞങ്ങൾക്കിതിൻ്റെ റഫറിയെ വിശ്വാസമില്ല, ഞങ്ങൾക്കിതിൻ്റെ അമ്പയറിനെ വിശ്വാസമില്ല എന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് MP മാർ പറയുകയാണ്. അല്ലാതെ ആരെങ്കിലും വഴിയെ പോകുന്ന ആൾക്കാർ യൂട്യൂബ് ചാനലിൽ പറയലല്ലോ. അപ്പോൾ അതെന്താണ് ഗൗരവത്തിലെടുക്കാത്തത്? ആ ഗൗരവത്തിലെടുക്കാത്ത ഈ മുൻവിധി സമീപനത്തിന് പിന്നിൽ നമുക്ക് കാണാൻ കഴിയുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സവിശേഷമായ താല്പര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ താല്പര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പിന്നോട്ട് കൂടി സഞ്ചരിക്കാം. ഇതിൽ മാത്രം നമ്മൾ ഈ പറയുന്ന ടെക്നിക്കലല്ലേ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ വോട്ടർ പട്ടികയ്ക്കകത്ത് പലതരത്തിലുള്ള ഡ്യൂപ്ലിക്കേഷൻസും തെറ്റുകളും ഉണ്ടാവുക സ്വാഭാവികമല്ലേ? ഇത്ര കോടി ആൾക്കാർ വോട്ട് ചെയ്യുന്നതല്ലേ? അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വവും അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വവും തെരഞ്ഞെടുപ്പിലെ പ്രവർത്തിക്കുന്ന പാർട്ടികൾക്കല്ലേ എന്നുള്ള നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നതിന് മുൻപ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെറുതെ പുറകോട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണ് ഭരണകൂട വിധേയത്വത്തിൻ്റെ ഒരു സംഘമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ അതിനൊരു കണക്ഷൻ നമുക്കിവിടെ കിട്ടും. നേരത്തെ അജിംസ് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. നോക്കൂ, വെസ്റ്റ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ CCTV പലപ്പോഴായിട്ട് ബ്ലാക്ക് ഔട്ടായി പോവാണ്. മഹാരാഷ്ട്രയിൽ മണിക്കൂറുകളോളം സ്ട്രോങ് റൂമിൻ്റെ CCTV പ്രവർത്തിക്കാതെ കിടന്നു. ആരോപണം ഉയരുന്ന ഘട്ടത്തിൽ നോക്കണം. ഉത്തർപ്രദേശിലെ ഒരു യുവാവ് ഞാൻ താമരയ്ക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് 7 ബൂത്തിൽ പോയി വോട്ട് ചെയ്തു. അയാൾ തന്നെ വീഡിയോ പുറത്തുവിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞത്. പിന്നെ അവിടുത്തെ വോട്ടിംഗ് ക്രമപ്പെടുത്താനുള്ള ഇടപെടലുണ്ടായെന്ന് പറഞ്ഞു. അവിടുത്തെ വോട്ടിംഗ് ക്രമപ്പെടുത്തിയതുകൊണ്ട് മാത്രം ഇന്ത്യയിൽ ആകപ്പാടുണ്ടായ വിശ്വാസനഷ്ടം വരുമോ? ഞാൻ SP-ക്കാണ് വോട്ട് ചെയ്യുന്നത് പറഞ്ഞ സ്ത്രീ വരികയാണ്. അവിടെ ചില ആൾക്കാർ ഇവരെ കൈക്ക് പിടിച്ച് BJPക്ക് കുത്തുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം കണ്ട വാർത്തകളാണ്. അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് പറയുന്നത് നീതിയുക്തമായിട്ടും സുതാര്യമായിട്ടുമല്ല മുന്നോട്ട് പോകുന്നത്. ഏറ്റവും മിനിമം എന്താ പറയുന്നത്, ഒരാൾ വന്നാൽ അയാൾക്ക് സുരക്ഷിതമായിട്ടും ഭയരഹിതമായിട്ടും ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്ത് പോകാൻ കഴിയണം, ആ വോട്ട് രേഖപ്പെടുത്തണം, ആ വോട്ട് കൗണ്ട് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിനിമം സംഗതി നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും സംശയവും ഇന്ത്യയിൽ ഉയർന്നു വന്നിരിക്കുന്നു. അതിനുള്ള മറുപടി പറയാൻ കമ്മീഷന് പറ്റണം. കമ്മീഷന് മാത്രമല്ല, ഇപ്പോൾ ആരാ ഉത്തരം പറയേണ്ട ആൾ? ഇപ്പോൾ ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ട ആൾ സുരേഷ് ഗോപിയാണ്. ഇന്ന് അദ്ദേഹം ഒരു ചാനൽ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാനില്ല, അല്ലെങ്കിൽ ആവശ്യം പോലെ ഡയലോഗുകൾ വാരി വെതറുന്ന ആളാണ് സുരേഷ് ഗോപി. അപ്പോൾ ഈ പറയുന്ന പുളിച്ച വർഗീയ വർത്തമാനം പറയുന്ന പോലെ എളുപ്പമല്ല ഇന്ത്യയിൽ ഒരു സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയ വിഷയം വരുമ്പോൾ അതിനകത്ത് മറുപടി പറയാൻ. താൻ ജയിച്ചത് കള്ളവോട്ടുകൾ കൊണ്ടാണെന്നുള്ള ഗുരുതരമായ ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നു. തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം ഇന്നലെ വരെ തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് നാളെ അപ്പുറത്ത് വോട്ട്, അതെങ്ങനെയാണ് പറ്റുക? സ്ഥിരതാമസക്കാരനാണെന്ന് തെളിയിക്കുന്ന രേഖയുണ്ടെങ്കിൽ മാത്രമേ വോട്ട് അവിടേക്ക് മാറ്റാൻ കഴിയുന്ന സ്ഥിതിയിരിക്കെ ഇന്നലെ വരെ തിരുവനന്തപുരത്ത്, ഇന്ന് പോയി തൃശ്ശൂരിൽ, നാളെ അടുത്ത ഇലക്ഷനിൽ വീണ്ടും തിരുവനന്തപുരത്ത്, എങ്ങനെയാണ് നടക്കുക? വീട്ടിലും പരിസരത്തുള്ള മുഴുവൻ ആളുകളെയും അവിടെ കൊണ്ട് വോട്ട് ചേർക്കുക. ഉടമസ്ഥനറിയാത്ത ഫ്ലാറ്റുകളിൽ ഈ 9ഉം 10ഉം ആളുകൾ, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതായത് രാജ്യമൊട്ടാകെ ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി അത് ഒന്നാണ്. അതിൻ്റെ കണക്ഷൻ മനസ്സിലാവണമെങ്കിൽ, അതായത് കർണാടകയിലെ മഹാദേവപുരയിൽ ഒരു ഫ്ലാറ്റിൽ അയാൾ അറിയാതെ 40 വോട്ട് ചേർത്തിരിക്കുന്നു. അവിടെ ചെന്ന് ഇന്ത്യ ടുഡേയുടെ മൈക്ക് വെക്കുമ്പോൾ അയാൾക്കറിയില്ല.
ഇതേപോലെ നമ്മുടെ നടരാജ് പരശുറാം ചെന്ന് മൈക്ക് വെക്കുന്നു, ആ സ്ത്രീക്കും അറിയില്ല. എന്ന് വെച്ചാൽ എന്താണ്, ആളുകളില്ലാത്ത, ആളുകൾ അറിയാത്ത സ്ഥലങ്ങളിൽ വോട്ടുകൾ ചേർക്കൂ എന്ന് പറഞ്ഞ ഒരു വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പദ്ധതി രാജ്യത്താകമാനം തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാവണം. ആ ലാർജർ പ്ലാൻ എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ ആളലിലാണ് സുരേഷ് ഗോപിക്ക് മിണ്ടാൻ പറ്റാവുന്നത്. അല്ലേ അതിന് എന്തുമാത്രം ഡയലോഗുണ്ട് എന്ന് അല്ലേ കാണണ്ട. അപ്പം തൃശ്ശൂരിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൃശ്ശൂരിൽ വോട്ട്, തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം അങ്ങനെ ആൾ പറയും ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്പലത്തെക്കുറിച്ച് ചോദിക്കൂ, വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീടിനെക്കുറിച്ച് ചോദിക്കൂ. അതുപോലെ ആ സ്ട്രാറ്റജി ആയിരിക്കണം ഇവിടെയും. അനിയന് കൊല്ലത്തും തൃശ്ശൂരിലും വോട്ടുണ്ട്. യെസ്, അനിയന്, ഡ്രൈവർക്ക്, എല്ലാവർക്കും വോട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇനിയിപ്പോൾ മനുഷ്യരായിട്ടുള്ള അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാദേശിക BJP നേതാവിന് ആലത്തൂരിലും വോട്ടുണ്ട്, ഇവിടെയും വോട്ടുണ്ട് എന്ന് കാണുക. അപ്പോൾ ഈ സംഗതി എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് കേവലമായി തൃശ്ശൂരിലെ മാത്രം ഒരു സംഗതിയല്ല, മറിച്ച് രാജ്യത്താകമാനം നടപ്പിലാക്കിയിട്ടുള്ള ഒരേ ഏകരൂപമുള്ള ഒരു പദ്ധതിയുടെ പുറത്തു വരലാണ്. അത് ജനം മനസ്സിലാക്കിയെന്ന് വന്ന ഘട്ടത്തിൽ, അത് മാധ്യമങ്ങളെല്ലാം വാർത്തയായെന്ന് വന്ന ഘട്ടത്തിൽ, അത് ഈ ഹൗസ് ഓണേഴ്സ് എല്ലാം തുറന്നു പറഞ്ഞു വന്ന ഘട്ടത്തിൽ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് ബാക്കി? അത് പറയാനുള്ള സമയം എടുക്കുമായിരിക്കും സുരേഷ് ഗോപി. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ കാണാനില്ല. കാരണം അദ്ദേഹം വന്നാൽ ഒന്നിലധികം ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും. ഛത്തീസ്ഗഡിൽ പിടിക്കപ്പെട്ട കന്യാസ്ത്രീകളെക്കുറിച്ച് നിശബ്ദത അവലംബിച്ച മനുഷ്യനാണ്. അതിനുശേഷം ഇതാ ഇപ്പോൾ അദ്ദേഹം ജയിച്ചത് തൃശ്ശൂർ കള്ളത്തരത്തിലൂടെയാണ് എടുത്തതെന്നുള്ള ആക്ഷേപം പുറത്തു വന്നിരിക്കുന്നു. ആക്ഷേപമല്ല, ഒരുതരം ഒരു തുറന്നു കാട്ടലാണ്. അപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹം പരിങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹം ഭയങ്കര 56 ഇഞ്ചുകാരനാണ്. ഏത് വിഷയത്തിലും ശക്തമായ നിലപാടെടുക്കുകയും പ്രസംഗിക്കുകയും മാധ്യമങ്ങളെ വരെ ആക്ഷേപിച്ച് വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സൗണ്ട് ബൈറ്റുകൾ പലതും BGM ഇട്ട് ഈ സംഘ് പരിവാർ ഹാൻഡിൽ ഓടിക്കുന്ന ആളുണ്ട്. എവിടെ പോയി അദ്ദേഹം? അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒരു കാര്യം എടുക്കുക, കർണാടകയിലും തൃശ്ശൂരിലും ഒരേ മോഡസ് ഓപ്പറാണ്ടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് രാജ്യത്ത് പലയിടത്തും നടന്നിരിക്കാം, പക്ഷേ ഡിജിറ്റൽ കോപ്പി കമ്മീഷൻ തരാത്തതുകൊണ്ട് പരിശോധിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തേത്, തൃശ്ശൂരിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഫേക്ക് വോട്ടുകളുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നു LDFും UDFും, BJPക്ക് പരാതിയില്ല. അതെന്താണ് BJPക്ക് പരാതിയില്ലാത്തത്? മൂന്നാമത്തെ കാര്യം, ഈ വിഷയത്തിൽ പൊടുന്നനെ പ്രതികരിച്ചുകൊണ്ട് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യേണ്ട സുരേഷ് ഗോപിക്ക് നാക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ഈ 3 കാര്യങ്ങളും കൂടി ചേർത്ത് വയ്ക്കൂ, BJP അങ്ങേയറ്റം കുറ്റവാളികളുടെ കളത്തിൽ കയറി നിൽക്കുകയാണിതിൽ. അത് വിശദീകരിക്കാൻ അവർക്ക് പറ്റണം. അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഈ നിഷ്ക്രിയത എന്ന് പറയുന്നത് അപകടകരമാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയാലും കോൺഗ്രസ് ആയാലും CPI ആയാലും ഒക്കെ എടുക്കുന്ന പൊസിഷൻ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാണണം. ജനങ്ങളുടെ സംശയം, ജനങ്ങളുടെ ശബ്ദം ഉറക്കെ കേൾപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇറങ്ങി വന്നിട്ട് ഈ സ്ഥാപനങ്ങൾ ഇറങ്ങി ഇതെല്ലാം പരിഹരിക്കുമെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല. ജനങ്ങളൊരു മൂവ്മെൻ്റ് ആവുകയല്ലാതെ രക്ഷയില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഇതിൻ്റെ ശബ്ദമായി മാറാൻ തയ്യാറാവണം. കേരളത്തിലെ പല പ്രധാനപ്പെട്ട പാർട്ടികളും ഇതിൻ്റെ ശബ്ദമായി മാറിയിട്ടില്ല പൂർണ്ണ തോതിൽ. അതിന് നേതാക്കളുടെ സ്റ്റേറ്റ് ലെവൽ നേതാക്കൾ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് നിരന്തരമായി രംഗത്ത് വരുന്നില്ല. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ നോക്കൂ, ഞാൻ ഒരു കാര്യം പറയണം. അപ്പം ഈ നാഷണൽ ലെവലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കോൺഗ്രസ് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് ഈ കാര്യത്തിൽ. എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം വെറുതെ എടുത്ത് നോക്കൂ, ഇൻസ്റ്റഗ്രാമിൽ നിറയെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞ ആശയത്തെക്കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോസും അവർ തന്നെ പുഷ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാണാം. ഇൻസ്റ്റഗ്രാമിൽ BJPയുടെ ഫോളോവേഴ്സിനെ മറികടന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 8.6 മില്യൺ ആൾക്കാർ കോൺഗ്രസിനെ ഫോളോ ചെയ്യുന്നു. അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിരിക്കുന്ന പാർട്ടികളുടെ പേജിലൊക്കെ പോയി നോക്കിയാൽ അവരിതിനെക്കുറിച്ച് മിണ്ടുന്ന പോലുമില്ല, കാണുന്നതേ ഇല്ല. അപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങേണ്ട സവിശേഷ ഘട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ ആത്യന്തികമായ അതിൻ്റെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കലാണ്. ആ മത്സര ജയം വേറെ ആൾക്കാരാണ് നേരത്തെ തീരുമാനിക്കുന്നതെന്ന് ഘട്ടം വന്നാൽ പിന്നെ പണിയെടുക്കുന്നതിൽ കാര്യമില്ല എന്ന് പറയുന്ന അനിവാര്യമായ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് പ്രക്ഷോഭത്തിൽ പങ്കാളിയാവാൻ, ഉറച്ച ശബ്ദത്തിൻ്റെ പങ്കാളിയാവാൻ എല്ലാവരും തയ്യാറാവണം. അതെ, തൃശ്ശൂരിലെ കാര്യങ്ങൾ വ്യക്തമാണ്. തൃശ്ശൂർ മാത്രമല്ല, BJP സവിശേഷമായ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ച കുറേ നിയമസഭാ മണ്ഡലങ്ങൾ കൂടിയുണ്ട് ലോക്സഭയിൽ. ആലപ്പുഴയിലെ കുറേ മണ്ഡലങ്ങൾ അത്തരത്തിലുള്ളതാണ്. ഈ മണ്ഡലങ്ങൾ കൂടിയിട്ട് ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നല്ലതായിരിക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ 9ാം സ്ഥാനത്താണ് വോട്ടർമാരുടെ എണ്ണത്തിൽ തൃശ്ശൂർ. ഇത്തവണ 1ാം സ്ഥാനത്തേക്ക്. വല്ലാത്തൊരു അല്ലേ?